ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആശയത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു 2000 രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഒരു ബിസിനസ് ഒരു കുറഞ്ഞ രീതിയിൽ നമുക്ക് തുടങ്ങാം. ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ, അതായത് മൂലധനത്തെക്കാളൊക്കെ ഉപരി നമുക്ക് സമയവും പഠനവും അത്യാവശ്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അലങ്കാര ചെടികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. അതായത് നമ്മൾ ഈ മണി പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് പല ഓഫീസുകളിൽ, പല വീടുകളിൽ, ഷോപ്പുകളിലൊക്കെ വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. പക്ഷേ ഇത് നമ്മൾ ചില സമയത്ത് നമുക്ക് അന്വേഷിച്ച് നടന്നാൽ കിട്ടും. മീൻസ് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 അടി പൊക്കത്തിലൊക്കെ ഈ വേസിനകത്തൊക്കെ സെറ്റ് ചെയ്ത് ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ, സ്റ്റിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചാൽ തന്നെ അവരതൊരു 800-1000 മുതൽക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കെങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് ഇതൊരു നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന രീതിയിലാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ മണി പ്ലാന്റിന് നല്ല തൈകൾ വാങ്ങിക്കുക. അതിനിപ്പോൾ നമുക്ക് കൂടിപ്പോയ ഒരു തൈന് എത്ര വരും? 10-20 രൂപ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ വരും. അതല്ല, നിങ്ങളുടെ അവിടെയൊക്കെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക, അത് നട്ട് പരിപാലിക്കുക. എന്നിട്ട് അത്യാവശ്യം വലിയ ഗ്രോ ബാഗുകൾ ഒരു 10-20 ഒരുമിച്ച് നടുക. ഗ്രോ ബാഗിൽ ഒരു 10 ലിറ്ററൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഗ്രോ ബാഗിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ PVC പൈപ്പ് വെച്ച്. അപ്പോൾ ചിലർ ഈ മുളയൊക്കെ വെക്കും. ഈ മുളയൊക്കെ വെച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ച് കഴിയുമ്പോൾ അത് ഈ വെള്ളം ഇതൊക്കെ വന്ന്, നമ്മൾ വെള്ളം നനയ്ക്കുന്നതാണല്ലോ, ചെതലൊക്കെ കയറി അത് നശിച്ചു പോകും. അപ്പോൾ ഈ ഒരു PVC പൈപ്പ് ഒരു 2 ഇഞ്ച് തിക്നെസ്സുള്ള, മീൻസ് 2 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ അതിൽ കണ്ട ഈ ചണത്തിൻ്റെ കയറ് നമ്മളത് ചുറ്റി വെച്ച് നമ്മൾ നടുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി ചെറിയൊരു പഠനം നടത്തുക. ചെയ്യുമ്പോൾ അത് പക്ക പ്രൊഫഷണലായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മളെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആകുമ്പോഴേ ഈ ബിസിനസ് നമുക്ക് മറ്റുള്ളവരേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം കാണുമ്പോൾ ഇതൊക്കെ അലങ്കാരത്തിനാണല്ലോ, കാണുമ്പോൾ അവർക്കൊരു അട്രാക്ഷൻ വരണം. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുക. അതായത് അതിനോട് ഞാൻ പറഞ്ഞ PVC പൈപ്പൊക്കെ നല്ല രീതിയിൽ ഈ കയറൊക്കെ ചുറ്റി വളരെ ഭംഗിയായിട്ട് വെക്കുക. എന്നിട്ട് ഇത് തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രോ ബാഗിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കസ്റ്റമറുടെ ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് വേസിലായിരിക്കും. അത് നമുക്കിപ്പോൾ കൂടിപ്പോയ ഒരു നാട്ടിൽ 100 രൂപയ്ക്ക് 4 എണ്ണം 5 എണ്ണം ഒക്കെ കിട്ടുന്ന കുറച്ച് വലിയത്, അത് അങ്ങനെ കൊടുക്കാം. പിന്നെ എന്താ വെച്ചാൽ, നമുക്ക് കസ്റ്റമർ ഓൺ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മീൻസ് അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറാമിക് വേസിൽ വേണം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭംഗിയുള്ളൊരു വേസിനകത്ത് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറ്റി അതിൻ്റെ ചാർജും കൂടി അഡീഷണലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 10-20 എണ്ണമൊക്കെ ഒരുമിച്ച് നടുക. ഇപ്പോൾ ഒരു 10-20 ഗ്രോ ബാഗിന് ഇപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് വരുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലം ഇതിനു വേണ്ടി പോകുന്നില്ല. പിന്നെ ഇതിനുള്ള ഇതിൻ്റെ വളമായിട്ട് നിങ്ങൾ തന്നെ ഒരു മിശ്രിതം കണ്ടെത്തുക. കാരണം ഇത് പെട്ടെന്ന് വളരണമല്ലോ, നമ്മളിതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ വളം, ചകിരിച്ചോറ്, മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു പഠനങ്ങൾ നടത്തിയിട്ട് ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. ഇത് കാരണം നമുക്ക് വലിയൊരു സമയം മെനക്കെടില്ല. പിന്നെ എന്താ പറയുക, അത്ര വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല. നമ്മളിത് വളർന്നു വരുന്നതിനനുസരിച്ച് ഈ സാധനത്തിൻ്റെ നമ്മൾ വെച്ച സ്റ്റിക്കിൻ്റെ മുകളിലൂടെ കയറ്റി വിടുക ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് ഒരു 6 മാസം ആകുമ്പോഴേക്കും എന്തായാലും ഈ സാധനം നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർന്നു വരും. പിന്നെ ഇതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നല്ലപോലെ മാർക്കറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പരിചയത്തിലും ഇവിടേക്കുള്ള വീടുകളിൽ, കാരണം ഇപ്പോൾ പല വീടുകളിൽ സിറ്റ് ഔട്ടിൽ വെക്കാൻ, അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു കോർണറിൽ, അതുപോലെ മുകളിൽ ഓപ്പൺ സിറ്റ് ഔട്ടിൽ, അതുപോലെ പല സ്പേസിൽ. അപ്പോൾ ഞാൻ ഇത് ഒരു ഉദാഹരണമാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ പലതും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റുകളിനെ ഈ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. പൂക്കളൊന്നും ഇല്ലാത്ത ഈ നമ്മളുടെ വർഷം മൊത്തം പച്ചപ്പിൽ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതിനൊക്കെ വളരെ കുറഞ്ഞൊരു മുതൽ മുടക്കേ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു വളരെ മനസ്സിന് സന്തോഷം കൂടെ ലഭിക്കുന്നൊരു സംഭവമാണിത്. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് കാരണം കുറച്ച് ക്ഷമ ആവശ്യമാണ്. കാരണം ഒരു ആദ്യത്തെ 6 മാസം നമ്മൾ നല്ലപോലെ ഇതിനെ പരിപാലിച്ചെങ്കിലേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ.
ഒരു 6 മാസം ആകുമ്പോഴത്തേനേ ഉള്ളൂ ഇതൊക്കെ തൈയൊക്കെ വളർന്ന് സ്വല്പമൊക്കെ ഒന്ന് ഒരു പൊക്കം വയ്ക്കുക. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ വീട്ടിൽ ഹാങ് ചെയ്യേണ്ട പ്ലാന്റുകൾ ഇത് നിങ്ങൾക്ക് പല രീതിയിലാക്കാം കേട്ടോ. നിങ്ങൾ വൺസ് നിങ്ങൾക്ക് പിന്നെ ചില ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യമൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്ക ആളുകളും തരും അത് മടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇടും. കാരണം ഇതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ നമ്മൾ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ പോയി. കാരണം നമ്മളിതിൻ്റെ പുറകെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഈ മണി പ്ലാന്റും അതുപോലെ തന്നെ ഈ ഹാങ് ചെയ്യുന്ന വെക്കുന്ന പ്ലാന്റുകളുണ്ടല്ലോ, അതിന് പല പല പേരുകളുണ്ട്. അതൊക്കെ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അത് ഈ ലീഫി ആയിട്ടൊക്കെ ചെറിയ ലീഫായിട്ട്, പക്ഷേ അതെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം വേണ്ടാത്ത കുറേ ഇതുണ്ടല്ലോ, ഇൻഡോറിൽ വെക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറഞ്ഞ സൂര്യപ്രകാശത്തിലൊക്കെ വളരുന്നത്. അപ്പോൾ അതൊക്കെ ഇതിന് നമുക്ക് പരിഗണിക്കാവുന്ന സസ്യങ്ങളാണ്. പിന്നെ ഇത് വളർന്ന് ഏകദേശമൊക്കെ ഒന്ന് പാകമായി എന്ന് വയ്ക്കുക, ഏകദേശം ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേന്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ നല്ലൊരു പ്രൈസിന് ഇത് വിൽക്കാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ നമുക്കൊരു മണി പ്ലാന്റ് നടാൻ നമുക്ക് ഈ പൈപ്പും കയറും പിന്നെ ഈ ഗ്രോ ബാഗും അതിൻ്റെ ഈ വളമൊക്കെ അടക്കം നമുക്കൊരു 100 രൂപ മാക്സിമം പോയി ഒരു 150 രൂപയുടെ താഴെ നമുക്ക് കോസ്റ്റ് വരുള്ളൂ. 150 ഒന്നും വരില്ല, കാരണം ഗ്രോ ബാഗിലാണല്ലോ. കസ്റ്റമർ വരുമ്പോഴാണ് നമ്മൾ ആ സാധനം പിന്നെ ഒരു അത്യാവശ്യം പൊക്കമുള്ള ഒരു ബേസിനകത്തേക്ക് മാറ്റുന്നത്, അതിനകത്തൊരു ബേസൊക്കെ വെച്ച് കൊടുത്തിട്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുക, അപ്പോഴേ ഇത് ആളുകൾക്ക് കൊള്ളാം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം വരുള്ളൂ. ഇത് മറ്റുള്ളവരെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചില ആളുകൾ ചെയ്യും, പക്ഷേ അതെന്താ വെച്ചാൽ നമ്മൾ അവർ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർക്ക് പിന്നെ അവരെ വീട്ടിൽ പോയിട്ട് ഈ സാധനം വേസ്റ്റ് മാറ്റണം, അങ്ങനെയുള്ളൊക്കെ പണികളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇത് അവർക്ക് റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 1000 രൂപയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര ഇരട്ടിയായി? 100 രൂപയെ നമുക്ക് ചിലവെന്നുള്ളൂ. നേരെ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നേരെ 9 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ പക്ഷേ ഒരു 6 മാസം സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു 15-20 ഒരുമിച്ച് നടുക. ഇത് റിസൾട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കാണില്ലേ, നമുക്ക് 15 എണ്ണത്തിന് എത്ര 1500 രൂപ, 1500 വരില്ല, 1000 രൂപയിൽ നമുക്ക് ഇതാക്കാം. നമുക്ക് വരുമാനം എത്രയാണ് വരുന്നത്? ഏകദേശം 15000 രൂപയുടെ അടുത്ത് നമുക്ക് അതിൻ്റെ റിട്ടേണും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അലങ്കാര ചെടികൾ നമ്മൾ നിസ്സാരമായിട്ട് കാണും, പക്ഷേ നമ്മൾ അതിനൊരു ഫോളോ അപ്പും പിന്നെ ഇതിനെപ്പറ്റി ചെറിയൊരു പഠനം നടത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.